ഭഗവതേ വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ചക്രവർത്തിയായ ജരാസന്ധൻ താങ്കളുടെ ശത്രുവാണെന്ന് എനിക്കറിയാം. മധുര രണഭൂമിയാക്കുവാൻ ജരാസന്ധൻ തൻ്റെ സൈന്യസമേതം പുറപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ താങ്കൾ മധുര ആക്രമിക്കുകയാണെങ്കിൽ കംസനെ കൊന്ന ആ ഇത്തിരിപ്പോന്ന യാദവ ബാലനെയും ജരാസന്ധനെയും ഒരുമിച്ച് കൊല്ലുവാൻ കഴിയും. മഹാദേവൻ്റെ വരലബ്ധി തനിക്ക് അനുകൂലമായി വരുന്നത് കണ്ട് കാലയവനൻ ഏറെ സന്തോഷവാനായി. കാലയവനൻ്റെ അഭ്യുദയകാംക്ഷയെപ്പോലെ ഇത്രയും പറഞ്ഞ് നാരദ മഹർഷി അവിടെ നിന്നും യാത്രയായി. മുനിയുടെ മുഖത്തുണ്ടായിരുന്ന ഗൂഢസ്മിതം കാലയവനൻ കണ്ടില്ല. സൈന്യാധിപനോട് എത്രയും വേഗം തന്നെ മുഖം കാണിക്കാൻ കാലയവനൻ കൽപ്പിച്ചു. സൈന്യാധിപന്മാർ വന്ന ഉടൻ തന്നെ രാജാവ് കൽപ്പിച്ചു, നാളെ തന്നെ നിങ്ങളെല്ലാവരും യുദ്ധസന്നാഹങ്ങളുടെ കാളിന്ദി പുണ്യത്തിലേക്ക് കുതിക്കണം. സൈന്യാധിപന്മാർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു ഭടൻ മുഖം കാണിക്കാനെത്തി. ഭടൻ രാജാവിനോട് ഉണർത്തിച്ചു, മഗധയിൽ നിന്നും ജരാസന്ധൻ്റെ സുഹൃത്തായ സാല്വ രാജാവ് അങ്ങേ മുഖം കാണിക്കാൻ പുറത്തു കാത്തു നിൽക്കുന്നു. കാലയവനൻ ചിന്തിച്ചു, സാല്വൻ ജരാസന്ധൻ്റെ സുഹൃത്താണ്. ഇപ്പോൾ തന്നെ കാണാൻ എത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഏതായാലും സാല്വ രാജാവിന് കാലയവനൻ രാജകീയമായ സ്വീകരണം തന്നെ നൽകി. സാല്വൻ പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തി ഒരു കാര്യം അറിയിക്കാനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അങ്ങേക്കും ജരാസന്ധ രാജാവിനും ഒരു പുതിയ ശത്രുവുണ്ട്. അത് മറ്റാരുമല്ല, കംസനെ വധിച്ച തന്ത്രശാലിയായ യാദവ ബാലനായ ശ്രീകൃഷ്ണനാണ്. ആൾ ബാലനാണെങ്കിലും 17 പ്രാവശ്യം ജരാസന്ധനോട് ഏറ്റുമുട്ടി തന്ത്രശാലിയും ബുദ്ധിശാലിയും ആയ ആ ബാലനെ വധിക്കാൻ ജരാസന്ധന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മഹാദേവൻ്റെ വരബലമുള്ള താങ്കളുടെ സഹായം ജരാസന്ധൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കാലയവൻ പറഞ്ഞു, ജരാസന്ധനോട് യുദ്ധം ചെയ്ത് മധുര പിടിക്കാമെന്നാണ് നാം ആദ്യം കരുതിയത്. എന്നാൽ ഇപ്പോൾ ജരാസന്ധൻ സഹായത്തിന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ നാം ആ ഉദ്യമം ഉപേക്ഷിക്കുന്നു. ജരാസന്ധൻ്റെയും എൻ്റെയും ശത്രുവായ ആ യാദവ ബാലനെ ഇല്ലാതാക്കുവാൻ നാം നമ്മുടെ സൈന്യസമേതം നാളെ തന്നെ പുറപ്പെടുമെന്ന് താങ്കൾ ജരാസന്ധനെ അറിയിച്ചാലും. ജരാസന്ധനും കാലയവനും മധുര ആക്രമിക്കാൻ വരുന്ന വിവരം കേശവൻ ഉഗ്രസേന രാജാവിനെയും യാദവ പ്രഭുക്കന്മാരെയും അറിയിച്ചു. ശ്രീകൃഷ്ണൻ എല്ലാവരെയും ഒരു രാത്രി കൊണ്ട് മധുരയിൽ നിന്നും തന്ത്രപൂർവ്വം കുശസ്ഥലി എന്ന സ്ഥലത്തേക്ക് എത്തിച്ചു. അതിനുശേഷം കേശവൻ മാത്രം മധുരയിൽ തിരിച്ചെത്തി. കേശവൻ മാത്രം മധുരയിൽ തനിച്ചായി. യാദവ പ്രഭുവായ സത്രാജിത്തും അദ്ദേഹത്തിൻ്റെ കുറച്ചനുയായികളും ശ്രീകൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിക്കാതെ മധുരയിൽ തന്നെ തങ്ങിയിരുന്നു. കാലയവനും അദ്ദേഹത്തിൻ്റെ സൈന്യവും കാളിന്ദി തീരത്ത് താവളമടിച്ചിരിക്കുന്ന വിവരം സത്രാജിത്തും അദ്ദേഹത്തിൻ്റെ അനുയായികളും അറിഞ്ഞു. ശ്രീകൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിക്കാതെ അവിടെ തന്നെ തങ്ങിയതിൽ സത്രാജിത്തും കൂട്ടാളികളും പശ്ചാത്തപിച്ചു. എല്ലാവരും ശ്രീകൃഷ്ണന് ചുറ്റും കൂടി തങ്ങളെ എങ്ങനെയെങ്കിലും മനുഷ്യമാംസം തിന്നുന്ന കാലയവനൻ എന്ന രാക്ഷസ രാജാവിൽ നിന്നും രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചു. ശ്രീകൃഷ്ണന് മാത്രമേ അവരെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. തന്നെ അഭയം പ്രാപിച്ചവരോട് കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളെ കാലയവനൻ ആക്രമിക്കുകയില്ല. എല്ലാവരും സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരവരുടെ വീടുകളിൽ കഴിയൂ. കൃഷ്ണൻ്റെ വാക്കുകേട്ട് എല്ലാവരും ആശ്വസിച്ചു. സത്രാജിത്തിൻ്റെ വാക്കുകേട്ട് മധുരയിൽ നിന്നും പലായനം ചെയ്യാഞ്ഞതിൽ അവർക്ക് അതിയായ ദുഃഖം ഉണ്ടായി. എങ്കിലും കേശവൻ തങ്ങളുടെ രക്ഷകനായി ഉണ്ടല്ലോ എന്നത് മാത്രമാണ് അവർക്ക് ആശ്വാസമായത്. കേശവൻ ദാരുകനെ മനസ്സിൽ സ്തുതിച്ചു. ഉടൻ തന്നെ ദാരുകൻ പ്രത്യക്ഷപ്പെട്ടു. കേശവൻ ദാരുകനോട് പറഞ്ഞു, ദാരുക, ഉടൻ തന്നെ എനിക്കൊരു കുതിരയെ തരൂ. ഉടൻ തന്നെ കുതിരയെ കേശവന് സമ്മാനിച്ചിട്ട് ദാരുകൻ അപ്രത്യക്ഷമായി. കൃഷ്ണൻ കുതിരപ്പുറത്ത് കയറി കാലയവനൻ്റെ താവളത്തിലേക്ക് കുതിരയെ നയിച്ചു. കാളിന്ദിയുടെ മനോഹരമായ മണൽപ്പരപ്പിൽ കാലയവനും കൂട്ടാളികളും താവളമടിച്ചിരിക്കുന്നത് കേശവൻ കണ്ടു. കാലയവനൻ ഒരു മരത്തിൻ്റെ
ചോട്ടിലിരിക്കുന്നത് കേശവൻ ശ്രദ്ധിച്ചു. യവനു ചുറ്റും സൈനികർ വൃത്തത്തിൽ രക്ഷാകവചം ഒരുക്കിയിരിക്കുന്നതും കേശവൻ ശ്രദ്ധിച്ചു. കേശവൻ തൻ്റെ കുതിരയെ ഒരു മരച്ചുവട്ടിൽ നിർത്തി കാലയവനൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവിടെ കണ്ട ഒരു ഭടനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ രാജാവിനെ മുഖം കാണിക്കണം. ഞാൻ മധുരയിൽ നിന്നാണ് വരുന്നത്. കേശവനെ കണ്ടപ്പോൾ തന്നെ അവൻ വിസ്മയിച്ചുപോയി. മുഖത്തെ അസാമാന്യമായ തേജസ്, കാർകൂന്തലിൽ തിരികെ മയിൽപ്പീലി, നെറ്റിയിൽ ഗോപിക്കുറി, കഴുത്തിൽ വനമാല, പീതാംബരം ഞൊറിഞ്ഞുടുത്തിരിക്കുന്നു. മറ്റൊരു മഞ്ഞപ്പട്ട് മേൽവസ്ത്രമായി ചുറ്റിയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ മുഖം, കരുണരസം തുളുമ്പുന്ന കണ്ണുകൾ, പരുഷ ശബ്ദമല്ലെങ്കിലും ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ശബ്ദം. ഭടൻ ഓടിച്ചെന്ന് രാജാവിനോട് അറിയിച്ചു, മധുരയിൽ നിന്നും ഒരു ബാലൻ അങ്ങേ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, കൂട്ടിക്കൊണ്ടുവരൂ. കേശവൻ രാജാവിൻ്റെ സവിധത്തിലെത്തി. കറുത്തു തടിച്ച ഒരു ഭീകരരൂപം. കേശവനെ കാലയവനൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. കേവലം 12 വയസ്സ് തോന്നിക്കുന്ന ബാലൻ, ഓമനത്വം തുളുമ്പുന്ന കരുണാമയമായ താമര ഇതൾ പോലെയുള്ള കണ്ണുകൾ. എന്തൊരു മനോഹര രൂപം! കേശവൻ വിനയപൂർവ്വം പറഞ്ഞു, രാജാവേ, മധുരയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അങ്ങ് കാളിന്നി പുളിനത്തിലെത്തിയപ്പോൾ തന്നെ അവിടെയുള്ളവരെല്ലാം നാടുപേക്ഷിച്ചു പോയി. ആരും പ്രതിരോധിക്കാനില്ലാത്തതുകൊണ്ട് അങ്ങേക്ക് എളുപ്പത്തിൽ മധുര പിടിച്ചടക്കാം. കാലയവൻ കൃഷ്ണനെ സൂക്ഷിച്ചു നോക്കി. എന്താ നിൻ്റെ പേര്? കൃഷ്ണൻ മറുപടി പറഞ്ഞു, എനിക്കങ്ങനെ സ്ഥിരം പേരില്ല. അച്ഛനമ്മമാർ കൃഷ്ണൻ എന്ന് വിളിക്കും, ചിലർ കേശവൻ എന്ന് വിളിക്കും, ചിലർ മാധവൻ എന്ന് വിളിക്കും, ചിലർ ഗോവിന്ദൻ എന്നും വിളിക്കും. എല്ലാവരും എനിക്ക് യോജിക്കും. കൃഷ്ണൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ കാലയവനൻ ഞെട്ടി. കംസനെ വധിച്ച ഇടയബാലൻ തന്നെയല്ലേ നീ? കൃഷ്ണൻ മറുപടി കൊടുത്തു. കൃത്രിമ വിനയം നടിച്ച് കൃഷ്ണൻ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു കടും കൈ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കാലയവനൻ ചിന്തിച്ചു, 17 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടും ഇത്തിരി പോന്ന ഈ ബാലനെ കൊല്ലാൻ ജരാസന്ധന് കഴിഞ്ഞില്ലല്ലോ. യവനൻ പറഞ്ഞു, സിംഹക്കൂട്ടിൽ കയറി വന്ന ആട്ടിൻകുട്ടിയാണ് നീ. നിന്നെ കൊല്ലാമെന്നാണ് ഞാൻ ജരാസന്ധന് വാക്കുകൊടുത്തത്. നിന്റെ ഈ ഓമനത്വമുള്ള മുഖം കാണുമ്പോൾ എനിക്ക് നിന്നെ കൊല്ലാനും തോന്നുന്നില്ല. എങ്കിലും പെട്ടെന്ന് കാലയവനൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു, ഇവനെ ഉടൻ തന്നെ പിടിച്ചു കെട്ടു. ഇപ്പോൾ തന്നെ ഇവനെ വധിക്കണം. ഇത്രയും കേട്ടപ്പോൾ കേശവൻ മിന്നൽ വേഗത്തിൽ തൻ്റെ കുതിരപ്പുറത്ത് കയറി പ്രയാണം തുടങ്ങി. കാലയവനും മറ്റൊരു കുതിരപ്പുറത്ത് ശ്രീകൃഷ്ണനെ പിന്തുടർന്നു. തൊട്ടു തൊട്ടില്ല എന്ന നിലയിലെത്തുമ്പോൾ കൃഷ്ണൻ തൻ്റെ വേഗം വർദ്ധിപ്പിക്കും, വീണ്ടും വേഗം കുറക്കും. ഇങ്ങനെ കാലയവനെ കബളിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ യാത്ര തുടർന്നു. എത്ര ശ്രമിച്ചിട്ടും കാലയവന് കൃഷ്ണനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും അഹങ്കാരമുള്ള ആർക്കെങ്കിലും സാക്ഷാൽ പരബ്രഹ്മമായ കൃഷ്ണൻ്റെ അടുത്തെത്താൻ കഴിയുമോ? കുതിരപ്പുറത്തുള്ള ഓട്ടം നാഴികകൾ പിന്നിട്ടപ്പോൾ കാലയവനും കുതിരയും ക്ഷീണിക്കാൻ തുടങ്ങി. കേശവൻ ബുദ്ധിപൂർവം ശ്യാമളപർവ്വതത്തിനരികിലെത്തി. കാലയവനൻ തന്നെ കാണുന്ന വിധത്തിൽ ഭഗവാൻ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ആ പർവ്വതത്തിലേക്ക് ഓടിക്കയറി. കാലയവനും തൻ്റെ കുതിരയെ ഉപേക്ഷിച്ച് പർവ്വത മുകളിലേക്ക് ശ്രീകൃഷ്ണനെ പിന്തുടർന്നു. കാലയവനൻ കിതക്കാൻ തുടങ്ങി. ശ്രീകൃഷ്ണനും ക്ഷീണം നടിച്ച് യവനനെ ദയനീയമായി നോക്കി. പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഗുഹ ഉണ്ടായിരുന്നു. യവനൻ കാണെ കേശവൻ ഗുഹക്കുള്ളിലേക്ക് ഓടിക്കയറി. അപ്പോഴേക്കും യവന സൈന്യം പർവ്വതത്തിന് ചുറ്റും നിലയുറപ്പിച്ചിരുന്നു. ഗുഹയുടെ അകം ഇരുട്ടായിരുന്നു. ഈ കഥയുടെ ആരംഭത്തിൽ പറഞ്ഞ മുചുകുന്ദ മഹാരാജാവ് ദേവേന്ദ്രൻ്റെ വരലബ്ധിയാൽ ഇവിടെയായിരുന്നു ഉറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് കേശവൻ തന്ത്രപൂർവം യവനനെ ഗുഹയിലെത്തിച്ചത്. ദീർഘമായി കൂർക്കം വലിച്ച്
ലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഗാഠനിദ്രയിലാണ്ട മുചുകുന്ദ മഹാരാജാവിൻ്റെ സമീപത്തെത്തി ശ്രീകൃഷ്ണൻ തൻ്റെ മേൽവസ്ത്രമായ മഞ്ഞപ്പട്ടുകൊണ്ട് രാജാവിനെ പുതപ്പിച്ചു. അതിനുശേഷം കേശവൻ ഗുഹയുടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നു. കാലയവനൻ ഗുഹക്കകത്ത് കടന്നെങ്കിലും കേശവനെ കണ്ടില്ല. ഇരുട്ടത്ത് കേശവനെ നോക്കി നടക്കുമ്പോൾ ആരുടെയോ മേൽ തൻ്റെ പാദങ്ങൾ തട്ടി. കൂടാതെ കൂർക്കം വരിയുടെ ശബ്ദവും കേട്ടു. യവനൻ സൂക്ഷിച്ചു നോക്കി. ഒരാൾ മഞ്ഞപ്പട്ടുകൊണ്ട് മൂടിപ്പുതച്ച് കിടക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ ശരീരത്തിൽ കണ്ട അതേ വസ്ത്രമാണ് പുതച്ചിരിക്കുന്നത്. തന്ത്രശാലിയായ ആ യാദവ ബാലൻ താൻ കാണില്ല എന്നു കരുതി ഇവിടെ മൂടിപ്പുതച്ച് കിടക്കുകയാണല്ലോ എന്ന് ആക്രോശിച്ചുകൊണ്ട് മുചുകുന്ദ മഹാരാജാവിൻ്റെ നെഞ്ചത്ത് ഊക്കോടെ ചവിട്ടി. നമ്മുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ മണിപ്രവാളം ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകമുണ്ട്. മണിപ്രവാളം വായിക്കുന്നവർക്കെല്ലാം അറിയാം. 8ാം സർഗത്തിൽ 27ാമത്തെ ശ്ലോകം. മുകുന്ദനെന്നു കൽപ്പിച്ചു ചവിട്ടി മുകുന്ദനെന്നു കൽപ്പിച്ചു ചവിട്ടി മുചുകുന്ദനെ, അവനും യവനൻ തന്നെ തരസാ ഭസ്മമാക്കിനാൻ. യവനൻ്റെ ചവിട്ടേറ്റപ്പോൾ മുചുകുന്ദ മഹാരാജാവ് തൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയതാരാണെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ കാലയവനൻ നിൽക്കുന്നത് കണ്ടു. കോപം കൊണ്ട് മുചുകുന്ദ മഹാരാജാവിൻ്റെ കണ്ണുകളിൽ നിന്നും പുറപ്പെട്ട തീജ്വാലകൾ കാലയവനെ തൽക്ഷണം ഭസ്മമാക്കി. കാലയവനൻ്റെ കാമക്രോധ ലോഭവും അഹങ്കാരവും എത്ര നിഷ്പ്രയാസം ഭഗവാൻ ഇല്ലാതാക്കിയെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് ഭഗവാൻ മുചുകുന്ദ രാജാവിന് തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും മോക്ഷം ലഭിക്കാൻ ശിഷ്ടമുള്ള കാലം ബദരിയാശ്രമത്തിൽ തപസ് ചെയ്യുവാൻ ഉപദേശിക്കുകയും ചെയ്തു. ഭഗവാൻ മുചുകുന്ദ രാജാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. നന്ദി, നമസ്കാരം.